ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു. എൻ്റെ പേര് അഖിൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വർക്ക് ഫ്രം ഹോം ജോലിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പെർമനന്റ് ആയിട്ട് ഒരു വർക്ക് ഫ്രം ഹോം ജോലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? അതും നല്ല രീതിയിൽ പൈസ സമ്പാദിക്കാൻ പറ്റിയ ഒരു ജോലിയാണോ നിങ്ങൾ നോക്കുന്നത്? എങ്കിൽ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുള്ളതാണ്. ബെസ്റ്റ് പാർട്ട് എന്തെന്നാൽ ഇവിടെ നിങ്ങൾ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ കീഴിലല്ല വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. ഇന്ന് നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത് ആധാർ കാർഡിന്റെ കീഴിലാണ്. ഇത് ആധാർ കാർഡ് ഹാൻഡിൽ ചെയ്യുന്നത് UDID ആണ്. UDID കീഴിലാണ് ഇന്ന് നിങ്ങൾക്ക് ജോലി വന്നിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ആദ്യം നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിൽ ഒരു കൺഫേം മെസ്സേജ് നിങ്ങളുടെ മെയിലിലോട്ട് വരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവരുടെ ട്രെയിനിങ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് അവരുടെ ട്രെയിനിങ് ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾക്കൊരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ അസസ്മെന്റ് ടെസ്റ്റ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജോലി ലഭിക്കുന്നത്. ഇവിടെ ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആണ്. നിങ്ങൾ +2 പാസ്സായി കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഫ്രഷർ ആയാലും നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആളായാലും യാതൊരുവിധ പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ എന്താണ് വരുന്നത് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ആധാർ കാർഡ് എല്ലായിടത്തും മാൻഡേറ്ററി ആണ്. ഇവിടെ ആധാർ കാർഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്യണം, നിങ്ങളുടെ ഫോട്ടോ ചേഞ്ച് ചെയ്യണം, കൂടാതെ നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യണം, നിങ്ങളുടെ ഡോക്യുമെന്റ് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് ചെയ്യണം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആധാർ കാർഡിൽ വരുന്നുണ്ട്. ഇതിൽ ഒരുപാട് എംപ്ലോയീസിനെ ഇവർക്ക് വയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ജോലി ഇവിടെ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയി വർക്ക് ചെയ്യാൻ സാധിക്കും. ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളിവിടെ എത്ര ഡേറ്റ സോൾവ് ചെയ്യുന്ന അനുസരിച്ചാണ് നിങ്ങൾക്ക് ഇവിടെ സാലറി വരുന്നത്. മന്ത്ലി നിങ്ങൾക്കൊരു 15,000 രൂപ തൊട്ട് 20,000 രൂപ വരെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയാൻ നിങ്ങളുടെ ജോലി എങ്ങനെയാണ്, നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെയാണ് വരുന്നത്, നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും എൻ്റെ ചാനലിൽ വരുന്നുണ്ട്. നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. നിങ്ങൾ ആധാർ കാർഡിന്ന് സെർച്ച് ചെയ്ത ശേഷം ഇതിൽ ഫസ്റ്റ് റിസൾട്ട് UIDAI ക്ലിക്ക് ചെയ്യുക. ഇത് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ഇവിടെ നമുക്ക് മലയാളത്തിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലെ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ആവാസ വ്യവസ്ഥയിൽ ക്ലിക്ക് ചെയ്ത് പരിശീലനം പരിശോധന സർട്ടിഫിക്കറ്റ് ഇക്കോസിസ്റ്റം ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കടന്നു വരുന്നത്. ഇവിടെ നിങ്ങൾ വായിച്ച കാര്യത്തിലെ എല്ലാ സിലബസുകളും സവിശേഷ ആധാർ നൽകുന്ന രീതിയാണ് UDID നിയോഗം. ഇത് നിങ്ങൾ കൃത്യമായി വായിച്ച് നോക്കിയാൽ എൻറോൾമെൻറ്റ് ജീവനക്കാരുടെ ആധാർ അല്ലെങ്കിൽ അപ്ഡേറ്റ് അറിയിക്കുന്നത്. ഇതിൽ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്രെയിനിങ് ഉണ്ടായിരിക്കും, എങ്ങനെയാണ് ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് അവർ ട്രെയിനിങ് തരുന്നതായിരിക്കും. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്കൊരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഇവിടെ 2 പ്രൊഫൈലാണ് വരുന്നത്, എൻറോൾമെൻറ്റ് സൂപ്പർവൈസറും ചൈൽഡ് എൻറോൾമെൻറ്റ് ലൈറ്റ് കെയർ ഓപ്പറേറ്ററും. ഇവിടെ രണ്ടാമത് വരുന്നത് പരിശീലനം നൽകുന്നതാണ്. എൻറോൾമെൻറ്റ് ഗുണമേന്മ ഉറപ്പാക്കാൻ എൻറോൾമെൻറ്റ് പരിസ്ഥിതിയിലുള്ള എല്ലാ പ്രക്രിയകളും എൻറോൾമെൻറ്റ് ജീവനക്കാരെ ഉണ്ടാക്കാനും പ്രധാന രജിസ്റ്റർ ആധാർ ജീവനക്കാരുടെ പരിശീലനം നൽകുക. എൻറോൾമെൻറ്റ് ജീവന ക്ലാസ് റൂം പരിശീലനത്തിൻ്റെ നവീകരണം പുതുക്കലും എൻറോൾമെൻറ്റ് ജീവനക്കാരുടെ പരിശീലനം ഉണ്ടാകാൻ ഒരു ഓഫീസിൽ വന്ന ശേഷം ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. കേന്ദ്ര സജ്ജീകരണ കൈകാര്യങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങളൊരു ഏജൻസിയുടെ കീഴിൽ ഇവർ നിങ്ങൾക്ക് പരിശീലനം നൽകും. നിങ്ങൾക്ക് ട്രെയിനിങ് കഴിഞ്ഞ ശേഷം ഇവിടെ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു മാസ്റ്റർ സൂപ്പർവൈസർ ആകാൻ പറ്റും. പുതിയതായിട്ട് ട്രെയിനിങ് എടുക്കാൻ വരുന്ന കുട്ടികളെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ സാധിച്ചാൽ നിങ്ങൾക്കൊരു മാസ്റ്റർ ട്രെയിനർ ഗൈഡ് കണക്ക് നിങ്ങൾക്കിവിടെ വർക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കിത് വായിച്ച് നോക്കാവുന്നതാണ്. ഇതിൽ പരിശീലിപ്പിക്കൽ പ്രധാനപ്പെട്ട കുറിപ്പ് കൊടുക്കുന്നത് വായിച്ച് നോക്കാം.
നിങ്ങൾക്ക് ട്രെയിനിങ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്കൊരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അസസ്മെൻറ്റ് ടെസ്റ്റ് 6 മാസത്തിനകം നൽകണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 6 മാസത്തിനകം നൽകണം. ഓക്കെ, അതിന് ഒരു ഫീസ് ഉണ്ടായിരിക്കും. 470 രൂപയാണ് അതിന് ഫീസ് ഉണ്ടായിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ടെസ്റ്റ് ഫെയിലായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതും ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾ കൊടുത്തതിൻ്റെ പകുതി ഫീസ് 235 രൂപ നിങ്ങൾക്ക് ഇവിടെ കൊടുത്താൽ മതി. ഇത് നിങ്ങൾ പാസ്സാവുന്നത് വരെ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ സിലബസ് ആണ് ഇത് വരുന്നത്. ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് എടുക്കാം. ഇംഗ്ലീഷിൽ ലേറ്റസ്റ്റ് സിലബസ് അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾ ഞാൻ ഇംഗ്ലീഷാണ് വായിച്ച് നോക്കിയത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് സിലബസ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് നമ്മുടെ ലാംഗ്വേജായ മലയാളം നമുക്കിതിൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, മലയാളം PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇത് മലയാളത്തിൽ ഇങ്ങനൊരു PDF നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഇതിൽ 224 പേജുണ്ട്. ഇത് ജസ്റ്റ് വായിച്ച് നോക്കിയത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് വായിച്ച് ഇതായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇതിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ ചോദിക്കുന്നത്. ഓക്കെ, മലയാളത്തിലാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് തെറ്റ് കൂടാതെ നിങ്ങൾക്കിതിൽ വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇത് ക്ലിയറായിട്ട് പഠിക്കണം. നിങ്ങൾ ഒരാളുടെ ആധാറാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തെറ്റും കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇതിൽ പിന്നെ ബാക്കി നിങ്ങൾ വേറെ ഇനി ക്വസ്റ്റ്യൻ ആൻസർ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേറൊരു ഓപ്ഷൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഹിന്ദി എടുത്താൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും. ഹിന്ദി എടുത്തു കഴിഞ്ഞാൽ താഴോട്ട് വരുമ്പോൾ ഓക്കെ ക്വസ്റ്റ്യൻ ബാങ്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് മലയാളത്തിലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് അവൈലബിൾ ആണ്. 2019 ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ഓക്കെ, 2019 ക്വസ്റ്റ്യൻ ബാങ്ക് അവൈലബിൾ ആണ്. നോക്കാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്ക് വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓപ്ഷൻ എടുക്കാൻ പറ്റിയത് നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്കും അവൈലബിൾ ആണ്. 2019 ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാതെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാനും സാധിക്കും. ഇതൊന്നും പഠിക്കാതെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ്ങിലേക്ക് പോകേണ്ടി വരും. ട്രെയിനിങ്ങിലേക്ക് പോകാനും പറ്റും. ട്രെയിനിങ്ങിൽ അവർ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് പറഞ്ഞു തരികയും ചെയ്യും. ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്ലൈ ചെയ്യാൻ മുകളിൽ കാണുന്ന ഓക്കെ ഇതിൽ ക്ലിക്ക് ചെയ്യുക. http://udidnseit.exam.com. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് കടന്നു വരും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിലൊരു ടോൾ ഫ്രീ നമ്പറുണ്ട്. ഓക്കെ, 9:30 തൊട്ട് 6 PM വരെ നിങ്ങൾക്കിവിടെ വിളിക്കാവുന്നതാണ്. മൺഡേ തൊട്ട് തിങ്കൾ തൊട്ട് ശനി വരെ നിങ്ങൾക്കിവിടെ വിളിക്കാൻ സാധിക്കുന്നതാണ്. ഈ അപ്ലൈ ചെയ്യാൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ വിളിക്കാവുന്നതാണ്. കൂടാതെ ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ക്രിയേറ്റ് ന്യൂ യൂസർ ഉണ്ടാക്കണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇവരൊരു ഫോർമാറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഹൗ ടു അപ്ലൈ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഹൗ ടു അപ്ലൈയിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഗൈഡ് ലൈൻ വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ മലയാളം ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾ വായിച്ച ശേഷം ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ UDIDയുടെ കീഴിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ജോലി അപ്ലൈ ചെയ്യാമെന്നുള്ളതും നിങ്ങൾക്ക് അപേക്ഷ എങ്ങനെ കൊടുക്കാമെന്നുള്ളതും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു.
വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഈ ജോലി ഫ്രീലാൻസ് ആയിട്ടും ചെയ്യാം. നിങ്ങൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അക്ഷയ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വന്തമായൊരു ഈ ജനസേവന കേന്ദ്രങ്ങളോ ഒക്കെ തുടങ്ങാവുന്നതാണ്. ഒരുപാട് നിങ്ങൾക്കിതിൽ സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ അക്ഷയ നമ്മുടെ കേന്ദ്രങ്ങളുണ്ട്. അവിടെ തന്നെ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് ആധാറിൻ്റെ എൻറോൾമെൻറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ തന്നെ വർക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, വേറൊരു കാര്യം പ്രത്യേകം പറയാം. നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും എൻ്റെ ചാനലിൽ വരുന്നുണ്ട്.